Hello friends, എല്ലാവർക്കും ടെക്ബിറ്റ് പ്രോജക്ട്സിന്റെ മറ്റൊരു നോളജ് ഷെയറിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഓർഡിനോ ഡേറ്റ ടൈപ്പുകളായിരുന്നു നാം പഠിച്ചുകൊണ്ടിരുന്നത്. ഇമ്പോർട്ടന്റ് ആയ ഡേറ്റ ടൈപ്പുകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വേരിയബിൾ എന്താണെന്ന് പറയാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ടെക്ബിറ്റ് പ്രോജക്ട്സ് അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വേരിയബിളിന്റെ പർപ്പസ് പറയാം ഫസ്റ്റ്. അതിനായിട്ട് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് സ്കോപ്പ്. സ്കോപ്പ് എന്ന് പറയുമ്പോൾ ആ വേർഡിൽ തന്നെയുണ്ട് അതിന്റെ പർപ്പസ് ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ വേരിയബിൾ എവിടെ ഡിക്ലെയർ ചെയ്യുന്നു എന്നതിനനുസരിച്ച് നമുക്കതിനെ രണ്ടായിട്ട് തിരിക്കാം. ലോക്കൽ വേരിയബിൾ എന്നും ഗ്ലോബൽ വേരിയബിൾ എന്നും. ലോക്കൽ വേരിയബിൾ എന്താണ്? നമ്മളൊരു ഫംഗ്ഷന്റെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസിനെയാണ് ലോക്കൽ വേരിയബിൾ എന്ന് പറയുന്നത്. അതിന് നമുക്ക് പുറത്തെ വേറൊരു ഫംഗ്ഷനുമായിട്ട് യാതൊരു ബന്ധവും കാണില്ല. അത് ആ ഒരു ബ്ലോക്ക് ഓഫ് ഫംഗ്ഷൻസിന്റെ ഉള്ളിൽ മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഗ്ലോബൽ വേരിയബിൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻസിനെല്ലാം പുറത്തായിരിക്കും ഇത് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ബിഗിനിങ് മുതൽ എവിടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു അവിടെ മുതൽ ഡിക്ലെയർ ചെയ്തതിന് ശേഷം നമുക്ക് ആ കോഡിന്റെ എവിടെ വേണമെങ്കിലും നമുക്ക് ഗ്ലോബൽ വേരിയബിൾസിനെ ഉപയോഗിക്കാം. എന്താണ് ലോക്കൽ വേരിയബിൾ എന്നും ഗ്ലോബൽ വേരിയബിൾ എന്നും കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് അതിന്റെ കോഡിംഗ് ഒന്ന് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഓൾറെഡി ഇതിവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കോഡ്. ഓക്കെ, ഇൻറ്റ് ടി എസ് കണ്ടു. ആ ടിയും എസും അല്ലെങ്കിൽ ഫ്ലോട്ട് c=0 ഇതെല്ലാം ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഗ്ലോബൽ വേരിയബിൾ ആയിട്ടാണ്. അതായത് ഇതൊരു ഫംഗ്ഷന്റെ ഉള്ളിലല്ല കിടക്കുന്നത്, അത് രണ്ടും ഫംഗ്ഷന് പുറത്താണ് കിടക്കുന്നത്. ഇനി എക്സ് വൈ ഇസഡ് ഈ മൂന്ന് വേരിയബിൾസിനെ കണ്ടോ, ഇത് മൂന്നും ലോക്കൽ വേരിയബിൾസ് ആണ്. അതായത് ഇത് ഈ ഒരു ലൂപ്പിന്റെ ഉള്ളിൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. വോയിഡ് ലൂപ്പിനുള്ളിൽ മാത്രമേ എക്സ് വൈ ഇസഡ് ഇത് മൂന്നും വർക്ക് ചെയ്യുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇതൊന്ന് കമ്പൈൽ ചെയ്ത് കാണിക്കാം. സി ഡൺ കമ്പൈൽ. ഇതിനകത്ത് എറർ ഒന്നും ഇല്ല. ഇനി ഈ ലോക്കൽ വേരിയബിൾസ് ആയ എക്സിനെ വൈനെ ഞാനെടുത്ത് വോയിഡ് സെറ്റപ്പിലേക്ക് ഇടുക. ഇപ്പോൾ വോയിഡ് ലൂപ്പിൽ ഇത് ഇനിഷ്യലൈസ് ചെയ്തിട്ടില്ല. ഇനി നമുക്കൊന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. ആ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാവും. കണ്ടു, എക്സ് ഈസ് നോട്ട് ഡിക്ലെയർഡ് ഇൻ ദി സ്കോപ്പ്. അതായത് ലൂപ്പിനുള്ളിൽ അത് ഡിക്ലെയർ ചെയ്യാതെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ടാണ് അത് എക്സ് വാസ് നോട്ട് ഡിക്ലെയർഡ് ഇൻ ദി സ്കോപ്പ് എന്ന് കാണിച്ചത്. അത് നമുക്ക് കറക്റ്റ് ചെയ്യാം. ഓക്കെ, അഗെയിൻ നമുക്ക് ഇനി ഈ ടിനെയും എസിനെയും നമുക്ക് ഇവിടെ ഒന്ന് അസൈൻ ചെയ്ത് നോക്കാം. ടി = 10 അങ്ങനെ ഒരു വാല്യൂ ഞാനിവിടെ അസൈൻ ചെയ്യുകയാണ്. ഇതിനകത്ത് എറർ എന്തെങ്കിലും വരുമോ എന്ന് നോക്കാം. സി, ഒരു എറർ പോലും ഇല്ല. അതായത് ഈ ടി എന്ന വേരിയബിളിനെ നമുക്ക് ഈ എൻ്റയർ പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും കോൾ ചെയ്യാം അല്ലെങ്കിൽ യൂസ് ചെയ്യാം. ഇനി അവിടെ വേണ്ട, നമുക്ക് ലൂപ്പിനുള്ളിൽ തന്നെ ഇട്ട് നോക്കാം. വോയിഡ് ലൂപ്പിനുള്ളിൽ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കമ്പൈൽ ചെയ്ത് നോക്കാം. ഇവിടെയും എറർ ഒന്നും കാണിക്കില്ല. ഇതാണ് ലോക്കൽ വേരിയബിൾ, ഗ്ലോബൽ വേരിയബിൾ. വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭാഗങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സംശയങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ ഗുഡ് ബൈ.